വി രാജേഷ് മേയറായിട്ട് അകത്തേക്ക് വന്നപ്പോൾ അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് വന്നപ്പോൾ CPM ഒന്നാമത് ഞെട്ടിപ്പണ്ടാൻ തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ്സുകാർ എന്തെങ്കിലും ഒരു കുത്തിത്തിരിപ്പ് കിട്ടിയെങ്കിൽ നമ്മുടെ ജഗതി പറയുന്നത് പോലെ, ഒരു വർക്ക്ഷോപ്പിൽ വന്നിട്ട് നമ്മുടെ ജഗതി പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു സാധനം, ഒരു കൊച്ചു കയ്യിലൊതുങ്ങുന്ന സ്പാനറെങ്കിൽ കിട്ടിയിരുന്നെങ്കിൽ ഷഡ്ഡിക്കകത്ത് വെച്ചുകൊണ്ട് ഇറങ്ങി പോകായിരുന്നു എന്ന് പറയുന്നത് പോലെയാണ് തിരുവനന്തപുരത്തെ കേസെന്ന് പറയുന്നത്. എന്തായിരുന്നാലും ഇതിൽ രക്ഷപ്പെട്ടു പോയ ഒരു വ്യക്തിയുണ്ട്. അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം സുരേഷ് ഗോപി, അതായത് ഇനി നമ്മുടെ നാട്ടിലെ മാധ്യമ പുങ്കവന്മാർ സുരേഷ് ഗോപിക്ക് പുറകെ നടക്കില്ലല്ലോ. സുരേഷ് ഗോപി ഇപ്പോൾ എവിടെയെങ്കിലും ചെന്ന് ഇരിക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞിട്ട് ചന്തി ഒന്നിങ്ങനെ തട്ടിയ ഉടനെ പറയും, ഓ ബ്രാഹ്മണ്യം, ശുദ്ധിബോധം എന്നൊക്കെ അവന്മാർ പറഞ്ഞു കളയും. ഒരു മനുഷ്യനെ ചന്തി ഒന്ന് തട്ടിയിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേടേ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ കൈ ഒന്ന് കഴുകി കഴിഞ്ഞാൽ ഉടനെ പറയും, അയ്യോ കൈ കഴുകുന്നു. കൈ എന്തുകൊണ്ടാണ് കഴുകുന്നത്? സുരേഷ് ഗോപി ഇരിക്കുന്ന ആ ഇലയിൽ താഴ്ന്ന ജാതിക്കാരൻ തൊട്ടു, അതുകൊണ്ടാണ് തമ്പ്രാൻ കൈ കഴുകുന്നത് എന്ന് പറഞ്ഞ് ഇവിടെയുള്ള സുഡാപ്പികൾ അറിയാമല്ലോ. യവന്മാരെ തീരാൻ പരിപാടി അതാണ്. അതായത് ഹിന്ദുക്കളെ ജാതി പറഞ്ഞ് കുത്തിത്തിരിപ്പിച്ച് ഇവിടെ BJP ഭരണം വരാതിരിക്കാം എന്നാണ് ഇവന്മാർ പ്രധാനമായിട്ട് നോക്കുന്നത്. പക്ഷേ